നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ ജീവിതത്തിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നാലും എനിക്കത് എന്തുകൊണ്ടാ താങ്ങാൻ പറ്റാത്തെ? ചില ആൾക്കാരുണ്ടല്ലോ, അവരുടെ ജീവിതത്തിൽ എന്ത് വലിയ പ്രശ്നങ്ങൾ വന്നാലും അതിനെ അവര് ഹാൻഡിൽ ചെയ്ത് പോകുന്നുണ്ടല്ലോ. എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇത് സാധിക്കുന്നില്ല എന്നുള്ളത്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലും ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു കാര്യമല്ല എല്ലാം സഹിക്കാനുള്ള ഒരു മനഃശക്തി അല്ലെങ്കിൽ ഒരു മനധൈര്യം എന്ന് പറയുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശീലിച്ച് വരുന്ന ഓരോ ശീലങ്ങളിലൂടെ കടന്നു വരുന്ന ഒരു കാര്യമാണ്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളിലൂടെ കടന്നു വരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നല്ല ഹാബിറ്റുകളിലൂടെ പോകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ കുറേ നമ്മൾ ഒരിക്കലും കൊണ്ടുപോകാൻ പാടില്ലാത്ത കുറേ ശീലങ്ങളുണ്ട്. അതിനൊരു 8 ശീലങ്ങളെ പറ്റിയാണ് ഞാനിപ്പോൾ ഇതിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ശീലങ്ങൾ നിങ്ങളുടെ സമാധാനവും സന്തോഷവും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും തകർക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ ശീലങ്ങൾ ഉണ്ടോ എന്ന് കേട്ട് നോക്കൂ ട്ടോ. ഞാൻ 8 ശീലങ്ങളാണ് പറയുന്നത്. ഇതിൽ ഏതാണ് നിങ്ങളെ അലട്ടുന്നത് അല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ബാഡ് ഹാബിറ്റ് എന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത്. ആദ്യത്തെ ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത് റിയാക്ടിങ് ഇമോഷണലി ടു എവറിത്തിങ്. എല്ലാ കാര്യങ്ങളും ഇമോഷണലി എടുത്തിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുന്ന ഒരു ഹാബിറ്റ് നമ്മളിൽ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന് നമ്മൾ എടുത്തു കളയേണ്ട ഒരു വലിയ ഹാബിറ്റ് ആട്ടോ. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാം, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാം, ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അത് ചില ആൾക്കാർ അത് മനസ്സിലേക്ക് എടുക്കും, അത് തന്നെ തിങ്ക് ചെയ്ത് മുന്നോട്ട് പോകും. പിന്നെ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവരെടുക്കുന്ന ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നുണ്ടാവുക. കാരണം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ അത് അവരുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. അവരത് പറയുന്നതിനനുസരിച്ച് നമ്മൾ അത് ഇമോഷണലി നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. അപ്പൊ നല്ലൊരു മനഃശക്തിയുള്ള ഒരാൾ അല്ലെങ്കിൽ നല്ലൊരു ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർ ശരിക്കും എങ്ങനെയാണ് ഡിസിഷൻ എടുക്കുക, നമ്മൾ നമ്മുടെ മനസ്സിനോട് ചോദിക്കുക. എന്നിട്ട് നമ്മൾ പെട്ടെന്ന് ഒരു അവസ്ഥ വന്നു, ഒരാൾ നമ്മൾക്ക് റിയാക്ട് ചെയ്തു, ആ ഒരു റിയാക്ഷനിൽ നമ്മൾ പെട്ടെന്ന് ഇമോഷണലി നമ്മൾ ചിലപ്പോൾ റിപ്ലൈ ചെയ്യും അല്ലെ. ചില വ്യക്തികൾ അങ്ങനെയാ, അങ്ങനെ എടുക്കുന്നത് വളരെ പൊട്ടത്തരായിരിക്കും. നമ്മൾ എപ്പോഴും നല്ല മനഃശക്തിയുള്ള ആൾക്കാർ എങ്ങനെയാണെന്ന് അറിയോ, നമ്മൾ ഒന്ന് തിങ്ക് ചെയ്യണം. നമ്മൾ എന്ത് കാര്യം വന്നാലും അത് ഇമോഷണൽ എന്ന് പറയുന്ന ഒരു സ്വഭാവമാണ്, അതെല്ലാ മനുഷ്യർക്കും ഉണ്ട്. പക്ഷെ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. ആ ഇമോഷനെ നമ്മൾ പതിയെ മനസ്സിൽ വെച്ച് ചിന്തിക്കാൻ, എന്താണ് ഇപ്പൊ ഞാൻ കേട്ടത്, ഞാൻ എന്താണ് റിയാക്ട് ചെയ്യേണ്ടത്, ചിന്തിച്ചിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ അതിനെ ചേഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ ചിന്തിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് തീരുമാനം എടുക്കുക. അടുത്ത പോയിന്റ് കേട്ടോ, ഇങ്ങനെ ഒരു ശീലം എനിക്ക് മുന്നേ ഉണ്ടായിരുന്നു കേട്ടോ. സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുന്നതിന് പകരം നമ്മൾ എപ്പോഴും പരാതിപ്പെട്ടുകൊണ്ടിരിക്കുക. ഞാൻ എന്താ ഇങ്ങനെ, എനിക്ക് മാത്രം ഇത് ഇങ്ങനെ സംഭവിക്കുന്നത്, എനിക്ക് മാത്രം ഭാഗ്യമില്ലല്ലോ, അല്ലെങ്കിൽ എന്നെ കൊണ്ട് മാത്രം ഇത് സാധിക്കുന്നില്ലല്ലോ, ഇങ്ങനെ എപ്പോഴും നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, പ്രശ്നങ്ങളില്ലാത്ത ജീവിതങ്ങളില്ല അല്ലെ. അപ്പൊ പ്രശ്നങ്ങളുടെ കാര്യങ്ങൾ ആലോചിച്ച് നമ്മൾ എന്നെ കൊണ്ട് എന്ത് പറ്റും, എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ പറയുന്നതിന് പകരം നിങ്ങൾ ഈ വിജയിച്ച ആൾക്കാരെ ശ്രദ്ധിച്ച് നോക്കുക. അവരുടെ ജീവിതത്തിൽ എങ്ങനെയാണെന്ന് അറിയാം, എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവർ അതിൽ നിന്ന് എന്ത് പഠിക്കാം, ഇതിൽ നിന്ന് ഞാൻ എന്താണ് പഠിക്കേണ്ടത്, ഇതിൽ നിന്ന് ഞാൻ എന്താ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നാണ് ചിന്തിക്കാട്ടോ. നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ മുമ്പിൽ നമ്മൾ മാനസികമായിട്ട് ഇതിനെ കൊണ്ട് ഞാൻ ഇങ്ങനെ ആയിപ്പോയി, എന്നെ കൊണ്ടൊന്നിനും പറ്റില്ല, അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു പ്രശ്ന പരിഹാരം ഉണ്ടാവില്ല. എന്തൊരു പ്രശ്നം വന്നാലും നമ്മളിങ്ങനെ പറഞ്ഞ് നമ്മളെ തന്നെ നെഗറ്റീവ് ആക്കിക്കൊണ്ട് ഒരു ഗുണം കിട്ടാൻ പോണില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ പരിഹരിക്കാം എന്നാണ് ചിന്തിക്കേണ്ടത്. അങ്ങനെ ഒരു മനസ്സ്, അങ്ങനെ ഒരു ഭാവം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കാട്ടോ. ഇനി അടുത്ത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു ശീലം മസ്റ്റ് ആയിട്ട് ഒഴിവാക്കണം കേട്ടോ. മറ്റുള്ളവരുടെ അംഗീകാരം എപ്പോഴും തേടിക്കൊണ്ടേയിരിക്കുക എന്നുള്ളത്, എന്നെ എല്ലാവരും സ്നേഹിക്കണം, എല്ലാവരും എന്നെ മനസ്സിലാക്കണം, അല്ലെങ്കിൽ എന്നെ എല്ലാവരും അറിയണം, ഞാൻ ഗുഡ് ആണ്, എപ്പോഴും അപ്രീസിയേഷൻ കിട്ടിക്കൊണ്ടിരിക്കണം, ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനായിട്ട് ജീവിച്ചുകൊണ്ടേയിരിക്കും. കാരണം അവരിൽ നിന്ന് നമുക്ക് ഇത് എപ്പോഴും കേട്ടോണ്ടിരിക്കണമല്ലോ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അങ്ങനെയാണ് ജീവിക്കുക. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ജീവിച്ച് നമുക്ക് സന്തോഷം കിട്ടും? ഒരിക്കലും ഇല്ല അല്ലെ. മറ്റുള്ളവരുടെ അഭിപ്രായം പറയാനായിട്ട് നമ്മൾ ജീവിച്ച് നമുക്ക് എങ്ങനെ സന്തോഷം കിട്ടാല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മൂല്യം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ വായിൽ നിന്ന് കേൾക്കുന്നതല്ല. ഞാനെന്ന് പറയുന്ന വ്യക്തിത്വത്തിന് മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് കേൾക്കുന്നതല്ല. ഇപ്പം എന്റെ സ്വഭാവം കൊണ്ടും എന്റെ പ്രവൃത്തി കൊണ്ടുമാണ് നമ്മൾക്ക് നമ്മുടെ മൂല്യം കാണിക്കേണ്ടത്. അല്ലാതെ എന്നെ എല്ലാവരും നല്ലത് പറയണം, ഞാൻ എപ്പോഴും ഗുഡാണ്, അല്ലെങ്കിൽ ഞാൻ നല്ലയാണ്, ഞാൻ നല്ല മനുഷ്യനാണ്, ഇങ്ങനെ പറയുന്നതിലല്ല. നിങ്ങൾ കാണിക്കുന്ന സ്വഭാവത്തിലൂടെയും നിങ്ങൾ കാണിക്കുന്ന പ്രവൃത്തികൾ ഉണ്ടാവുമല്ലോ, അതിലൂടെയാണ് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയുടെ മൂല്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടണം, അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് ക്യാച്ച് ചെയ്യണം എന്ന് വിചാരിച്ച് നമ്മൾ നടക്കുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ശീലം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നത് ബെറ്റർ ആണ്. നമുക്ക് ഒരിക്കലും സന്തോഷം കണ്ടെത്താൻ പറ്റില്ല കേട്ടോ. നമ്മൾ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ നടക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവിതത്തിന്റെ ഉള്ളിൽ നിങ്ങൾ എങ്ങനെ ആവണം എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അത് മറ്റുള്ളവർ പറഞ്ഞല്ല നിങ്ങൾ തീരുമാനിക്കേണ്ടത്. അങ്ങനെ ഒരു തോട്ട് ഉണ്ടെങ്കിൽ, മറ്റുള്ളവർ എന്നെ എപ്പോഴും അംഗീകരിക്കണം, എപ്പോഴും എന്നെ മനസ്സിലാക്കണം, ഞാൻ അങ്ങനെ ഭയങ്കര ആണെന്ന് എല്ലാവരും പറയണം, അങ്ങനെ ഒരു തോട്ട്, അങ്ങനെ ഒരു ഹാബിറ്റ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് എടുത്ത് കളയാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ. ഇനി നാലാമത് ഇങ്ങനെ ഒരു ശീലം നിങ്ങളുടെ ഉണ്ടെങ്കിൽ എടുത്ത് കളയട്ടോ. അവോയ്ഡ് ഡിസ്കംഫർട്ട് എന്ന് പറഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും നമ്മളിപ്പോൾ ഒരു ജോലി ഉണ്ട്, അതിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, അത് ഒഴിവാക്കാം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ ചിന്തിക്കും, നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാതെ, പ്രതിസന്ധികൾ ഉണ്ടാകാതെ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ നമ്മൾ ഇങ്ങനെ ഒരു കംഫർട്ടബിൾ സോൺ ഉണ്ടാക്കും, അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ജീവിക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു ശീലം അല്ല അങ്ങനെ ഒരു തോട്ട്സ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ. ജീവിതത്തിൽ പ്രശ്നങ്ങളെയും മറ്റുള്ള കാര്യങ്ങളിലും നമ്മൾ എത്രത്തോളം നമ്മൾ അതിനെ ഫേസ് ചെയ്യുന്നു, അത്രത്തോളം നമ്മൾ മാനസികമായിട്ട് നമ്മൾ വളരെ ശക്തിയുള്ളവരാകും കേട്ടോ. ജീവിതത്തിൽ നമുക്ക് എപ്പോഴും കംഫർട്ട് സോണിൽ ഇരിക്കാൻ പറ്റില്ല. ചില സിറ്റുവേഷൻസ് വരും. അപ്പോൾ ആ
സിറ്റുവേഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പം നമ്മൾ ഈ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്ന ഈ ഒരു കാര്യത്തിനെ നമ്മൾ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്ത് പ്രശ്നങ്ങൾ മുമ്പിലേക്ക് വന്നാലും ഞാൻ അതിനെ എന്തായാലും ഫേസ് ചെയ്യും. എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും ഞാൻ അതിനെ എന്തായാലും തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ പ്രവർത്തിക്കണം എന്ന് ചിന്തിക്കും. അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സിംഗിൽ നിങ്ങളുടെ ലൈഫ് പോവാണ്. അങ്ങനെയാണ് എല്ലാത്തിനെയും നിങ്ങൾ ഫേസ് ചെയ്യും എന്നുള്ള രീതിയിൽ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എവിടെയും അങ്ങനെ പെട്ടെന്ന് നിങ്ങൾ വീണു പോവില്ല. അല്ല, നിങ്ങളൊരു കംഫർട്ടബിൾ സോൺ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം എന്നുള്ളൊരു ശീലം നിങ്ങളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചില സിറ്റുവേഷൻസ് വന്നാൽ നിങ്ങൾ തകർന്നു പോകും. നിങ്ങൾക്ക് ഒരിക്കലും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ പാടുണ്ടാവും. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരു ശീലം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒഴിവാക്കുക. എപ്പോഴും ചിന്തിക്കുക, എന്തായാലും പുതിയ പുതിയ എക്സ്പീരിയൻസുകൾ നമുക്ക് വേണം. എന്നാൽ മാത്രമേ നമ്മുടെ മനസ്സിന് നല്ല ശക്തി ഉണ്ടാവുള്ളൂ. പുതിയ പുതിയ എക്സ്പീരിയൻസുകൾ നമ്മൾ അനുഭവിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് എന്തുണ്ടാവുക, നമ്മുടെ മനസ്സ് ശക്തിപ്പെടാനും നമുക്ക് അങ്ങോട്ട് മുന്നോട്ടേക്ക് പോകാനും നമ്മൾ എന്ത് വിജയത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ എന്തൊന്ന് ഒരു ന്യൂ കാര്യം എടുക്കുമ്പോഴും അത് വിജയിക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് ചലഞ്ചസ് ഏറ്റെടുത്തേ പറ്റുള്ളൂ. അത് ഏറ്റെടുക്കാനുള്ള മനസ്സ് വേണം. അപ്പോൾ അങ്ങനെ ഒരു കംഫർട്ട് സോണിൽ ഇരിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ഒരു ശീലം ഉണ്ടെങ്കിൽ അതിനെ പാടെ എടുത്ത് കളയാൻ ശ്രമിക്കുക. എന്നിലുണ്ടായിട്ടുണ്ട് ഈ ഒരു ഹാബിറ്റ്, ലിവിങ് ഇൻ ദ പാസ്റ്റ്, ഭൂതകാലത്ത് തന്നെ ജീവിക്കുക എന്നുള്ളത്. എൻ്റെ ജീവിതത്തിൽ ചൈൽഡ്ഹുഡിലൊക്കെ നമ്മളിപ്പോൾ വളരെ സാധാരണ ജീവിതത്തിൽ നയിക്കുന്ന ആൾക്കാർ, ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാൾ, എല്ലാത്തിനും ഫിയർ ആയിട്ട് കാണുന്ന ഒരാൾക്ക് എല്ലാത്തിനും അംഗീകരിക്കാനും എല്ലാത്തിലേക്കും ഇറങ്ങിത്തിരിക്കാനും ഭയങ്കര പേടിയുള്ള ഒരാൾ. അപ്പം എൻ്റെ ഒരു പാസ്റ്റ് ലൈഫിൽ എനിക്ക് എപ്പോഴും ഒരു ഫിയർ ഉണ്ടായിരുന്നു. ആ ഒരു ഫിയർ എന്നെ ഇപ്പോഴും ബാധിക്കാറുണ്ട്. നമ്മൾ ചൈൽഡ്ഹുഡിൽ നമ്മുടെ ഉള്ളിൽ ഇന്നറിൽ ഉണ്ടായിട്ടുള്ള ട്രോമാസ് നമ്മളെ വിട്ടു പോകാൻ ഭയങ്കര പാടാണ്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം. അങ്ങനെ നമ്മുടെ പാസ്റ്റിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന എന്ത് വേദനകളായിക്കോട്ടെ, എന്ത് വിഷമങ്ങളായിക്കോട്ടെ, എന്ത് സിറ്റുവേഷൻസ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും മറക്കാൻ വേണ്ടി ശ്രമിക്കുക. അതൊരിക്കലും നമ്മുടെ ഇപ്പോഴത്തെ ജീവിതത്തിൽ കൊണ്ടുവന്നതിൻ്റെ പേരിൽ ഒരു ഗുണവും കിട്ടാൻ പോണില്ല. അത് നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് ആയി തന്നെ വെക്കുക. അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാം. അല്ലാതെ അത് ഇപ്പോഴും എടുത്തു കൊണ്ടുവന്നിട്ട് നമ്മുടെ ലൈഫിൽ ചില സിറ്റുവേഷൻസുകളൊക്കെ വരുന്ന സമയത്ത് അതിനെ നമ്മൾ അതിൻ്റെ കൂടെ ക്രോസ് ചെയ്ത് നോക്കിയിട്ട് വിഷമിക്കുക, സങ്കടപ്പെടുക. പാസ്റ്റ് ഈസ് പാസ്റ്റ്. അതിൽ നിങ്ങൾ പാഠം പഠിക്കുക. നമ്മൾ എന്താണോ നാളത്തേക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി ചിന്തിക്കുക. അതിനെ പറ്റിയിട്ട് നമ്മൾ എപ്പോഴും ബോധേഡ് ആയിരിക്കുക. എൻ്റെ ലൈഫിൽ ഞാൻ എന്താണ് അടുത്ത നിമിഷം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നാളത്തേക്ക് എൻ്റെ ഒരു ലൈഫ് സെക്യൂർ ആക്കാൻ, അല്ലെങ്കിൽ എൻ്റെ ഫാമിലി സെക്യൂർ ആക്കാൻ ഞാൻ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുക. പാസ്റ്റിലേക്ക് ഇരിക്കുന്ന വ്യക്തികളാണെങ്കിൽ, പാസ്റ്റിനെ പറ്റി ഓർത്തിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഒരു ചിന്ത ലൈഫിൽ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി ആ ഒരു ഹാബിറ്റ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ അതിനെ എടുത്തു കളയാൻ വേണ്ടി ശ്രമിക്കുക. അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ആ പാസ്റ്റിൽ നമ്മൾ എപ്പോഴും നമ്മുടെ പ്രസന്റിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ്. ഞാൻ എൻ്റെ പാസ്റ്റിലെ ചെറിയ ചെറിയ കാര്യങ്ങളെയൊക്കെ ഞാൻ ഇപ്പോഴും എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു നഷ്ടം വരുമ്പം അതിനെ ചേർത്ത് വെച്ച് ഞാൻ പറയാറുണ്ട്. ഞാൻ അതിനെ പലപ്പോഴും അത്രയും അവോയ്ഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. പാസ്റ്റ് ഈസ് പാസ്റ്റ് ആണ്. എപ്പോഴും നമ്മൾ പൊതുവെ പറയാറില്ല. ശരിയാണ്, അത് പെയിൻഫുൾ ആണ്. നമ്മളെ മനസ്സിലേക്ക് വരും. അതിനെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കണം കേട്ടോ. അതെന്ന് പറയുന്നത് പാസ്റ്റ് ആണെന്നും അതെൻ്റെ ലൈഫിലേക്ക് ഇനി വരേണ്ട ആവശ്യമില്ല, അതിൽ നിന്ന് ഞാൻ പാഠമാണ് പഠിക്കേണ്ടത്. അങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ടായതിൻ്റെ പേരിൽ ഞാൻ കരഞ്ഞു, വിഷമിച്ചു, എനിക്ക് സങ്കടങ്ങൾ ഉണ്ടായി, എൻ്റെ സന്തോഷം മുഴുവൻ പോയിട്ടുണ്ടായിരുന്നു. അതിനെ തന്നെ ഞാൻ ഇപ്പോഴും എടുത്തുകൊണ്ടിരുന്നാൽ എനിക്ക് സന്തോഷം കിട്ടില്ല എന്നുള്ളൊരു റിയാലിറ്റിനെ മനസ്സിലാക്കാനും അതിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചിട്ട് ഇനിയുള്ള ജീവിതത്തിലെ മുമ്പിലോട്ട് എന്താണ് വേണ്ടത്, എൻ്റെ ഫ്യൂച്ചറിലേക്ക് വേണ്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കാനും അങ്ങനെ മുന്നോട്ട് പോകാനും വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ എടുത്തു കളയാം. അടുത്തത്, വറി അബൌട്ട് തിങ്സ് യു കാൻ കൺട്രോൾ. പൊതുവെ നമ്മളെ കൊണ്ട് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ആലോചിച്ച് ബോധേഡാവുന്ന ഒരാളാണോ? അങ്ങനെ ഒരു ശീലം നിങ്ങളിലുണ്ടോ? നിങ്ങൾ ആലോചിക്കുക. നമ്മൾ പൊതുവെ കാലാവസ്ഥനെ പറ്റി പറയുന്നില്ലേ, ഇന്ന് മഴ പെയ്യും, ഇത് കളക്ടർ ലീവ് തരും, പക്ഷെ അന്ന് വെയിലായിരിക്കും അല്ലേ? നമുക്ക് പ്രവചിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവല്ലോ. ഈ വക കാര്യങ്ങളുണ്ട് ചില ആൾക്കാരുടെ ചില അഭിപ്രായങ്ങൾ അല്ലേ? ആ അഭിപ്രായങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ നാളെ നമ്മുടെ ലൈഫിലേക്ക് എന്ത് വരും എന്നുള്ള ചിന്തയാവാം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് എന്താ ലഭിക്കാൻ പോണത് അല്ലേ? നമുക്ക് സന്തോഷം ഉണ്ടാവില്ല. അതന്നെ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഇത് ചിന്തിച്ചതിന്റെ പേരിൽ നമുക്ക് നാളെ എന്തെങ്കിലും മാറി വരുമോ, അല്ലെങ്കിൽ നമ്മളെ പറ്റി പറയുന്ന ആൾക്കാർ അഭിപ്രായം മാറ്റി പറയോ? ഇല്ല. നമ്മളെ നാളത്തെ കാര്യം നാളെയാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെ പാസ്റ്റിനെ പറ്റി ചിന്തിക്കരുത്, നാളത്തേക്ക് എന്താണെന്ന് ചിന്തിക്കുക. നാളെ എന്താകും എന്നല്ലേ ചിന്തിക്കേണ്ടത്, നാളത്തേക്ക് വേണ്ടി ഞാൻ എന്താ പ്രവർത്തിക്കേണ്ടതെന്ന് ചിന്തിക്കുക. അല്ലാതെ നമ്മുടെ ലൈഫിൽ നമുക്ക് നാളെ എന്താവും, എൻ്റെ പാസ്റ്റ് അല്ല എൻ്റെ ഫ്യൂച്ചർ എന്താണ്, ഇങ്ങനെ ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനെ നേരം കാണുള്ളൂ. ഒന്ന് മനസ്സിലാക്കുക, നമ്മൾ നാളത്തേക്ക് എന്താ എന്ന് ചിന്തിക്കാതെ, നാളെ ഞാൻ എന്താകും എന്ന് ചിന്തിക്കാതെ, അല്ല എന്നെ പറ്റി എല്ലാവരും എന്ത് പറയും എന്ന് ചിന്തിക്കാതെ, ഞാൻ എന്താണ് പ്രവർത്തിക്കേണ്ടത്, ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അതിന് നീ തന്നെ നിന്റെ ലൈഫിനെ ഒരു പ്ലാൻ ചെയ്യുക. നിന്റെ ലൈഫിനെ നിന്റെ സക്സസ്സിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള പ്ലാനിങ്, ആ ഒരു ചിന്തയിലൂടെ പോകാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ നമ്മൾ ഈ വക കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ, എന്നെ പറ്റി പറയുന്ന ആളെ കൊണ്ട് അതിങ്ങനെ പറയൽ നിർത്തിക്കാം, അല്ലെങ്കിൽ എൻ്റെ ഭാവിയെ ഞാൻ വിചാരിക്കുന്ന രീതിയിൽ എങ്ങനെ കൊണ്ടുവരാം എന്നൊന്നും നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. അത് വന്നോളും. നമ്മൾ പ്രവർത്തിക്കേണ്ടത് നമ്മൾ പ്രവർത്തിക്കുക. നമ്മൾ ഈ ചെവിയോടെ കേൾക്കാതെ വിടേണ്ട കാര്യങ്ങൾ നമ്മൾ വിടുക. ഇങ്ങനെ നമ്മൾ ശീലിക്കുക കേട്ടോ. ഇങ്ങനെ ഒരു ശീലമുണ്ട് നിങ്ങളുടെ ഉള്ളിൽ, നമ്മൾ ഭാവിയെ പറ്റി ഓർത്ത് അല്ലെങ്കിൽ ഭയങ്കര നമ്മൾ നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ പറ്റിയിട്ട്
വളരെയധികം ബോധേഡ് ആവുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ശീലം ഉണ്ടെങ്കിൽ അത് എടുത്ത് കളയാം. അത് വെറും പൊട്ടത്തരാണ്. അത് ലൈഫിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഒരു ക്യാൻസർ വായിച്ച പോലെയാണ്. അത് നമ്മളെ കറന്ന് തിന്നും. നമ്മൾ ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലെത്തും. അങ്ങനെ ഒരു ശീലം ഉണ്ടെങ്കിൽ അതിനെ എടുത്ത് കളയാം ട്ടോ. അടുത്ത പോയിന്റ്, സ്വയം അമിതമായിട്ട് വിശദീകരിച്ചുകൊണ്ടേയിരിക്കുക. ഓവർ എക്സ്പ്ലനേഷൻ യുവർ സെൽഫ്, നിങ്ങളെ പറ്റിയിട്ട്. നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഞാൻ ഇന്നാണ് പ്രവർത്തിക്കുന്നത്, ഞാൻ ഇങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓവർ ആയിട്ട് എല്ലാവരുടെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യും. നിങ്ങൾ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ. പക്ഷെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, നിങ്ങളുടെ അടുത്ത് സ്നേഹമുള്ള ആൾക്കാർക്ക് നിങ്ങളുടെ ഒരുപാട് ഓവർ എക്സ്പ്ലനേഷൻ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഇന്ന് ചെയ്യുന്നത് പറയുമ്പോൾ തന്നെ അവരെല്ലാം അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും. നിങ്ങളുടെ പൂറായിട്ട് സ്നേഹം ഉണ്ടെങ്കിൽ എല്ലാം നിങ്ങളെ തെറ്റുകൾ മാത്രം നോക്കാൻ നടക്കുന്ന ആൾക്കാർ നിങ്ങളുടെ എന്ത് കാര്യം കണ്ടാലും നിങ്ങൾ അതിനെ വിശദീകരിക്കാൻ പോയിട്ട് കാര്യമില്ല. അതിൽ നിങ്ങളുടെ തെറ്റ് മാത്രം അവർ കണ്ടുപിടിക്കാൻ പോവുള്ളൂ. അതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കുക, ഞാൻ ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തി ആയിരിക്കണം മറ്റുള്ളവർക്കുള്ള സൗണ്ട് എന്ന് പറയുന്നത്. അല്ലാതെ നീ പോയി വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പ്രവൃത്തികളിലൂടെ ഒരു കാലത്ത് അവർക്ക് തിരിച്ചറിയാൻ പറ്റും എന്താണ് നീ എന്നുള്ളത്. അല്ലാതെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഞാൻ ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇങ്ങനെ പോയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒരു ശീലം ഉണ്ടോ? നമ്മുടെ ഒരു തോന്നലാണ് എന്നെ തെറ്റിദ്ധരിക്കോ അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കാതെ പോകുന്നുള്ളത്. നമ്മുടെ പ്രവൃത്തി കൊണ്ട് അത് മനസ്സിലാക്കാൻ പറ്റും. നമ്മളിപ്പോൾ റോങ്ങാ ചെയ്യുന്നെങ്കിലും അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റൂലേ. നമ്മുടെ പ്രവൃത്തി റോങ് ആണെങ്കിൽ മറ്റുള്ളവർ എന്തായാലും അത് റോങ് തന്നെ പറയും. നമ്മുടെ പ്രവൃത്തി അത് സത്യമുള്ളതാണ്, നമ്മുടെ പ്രവൃത്തി നല്ല കാര്യമാണ്, നമ്മൾ നമ്മുടെ ലൈഫിന് വേണ്ടി ചെയ്യാണ്. പക്ഷെ ഇപ്പുള്ള ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല, അതിൻ്റെതായ റിസൾട്ട് നമ്മളിൽ ഉണ്ടാവില്ല. അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകണ്ടോ, അത് വിട്ടേ. അത് നമ്മുടെ പ്രവൃത്തിയിലൂടെ നാളെ അവരിൽ അത് മനസ്സിലാവും. മനസ്സിലായാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് അത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല, അത് അവർക്ക് മനസ്സിലാവും. അല്ല, നിങ്ങളുടെ തെറ്റുകൾ മാത്രം കണ്ട് അതിനെ ചൂണ്ടിക്കാണിക്കാൻ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ അതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അത് അവരുടെ ശീലം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഓവർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു ശീലം ഉണ്ടെങ്കിൽ അത് എടുത്ത് കളഞ്ഞാൽ കേട്ടോ. ഇനി ലാസ്റ്റ് പോയിന്റ് ആയിട്ട് പറയാനുള്ള എട്ടാമത്തെ ഒരു ഹാബിറ്റ് നിങ്ങൾ ഇന്ന് എടുത്ത് മാറ്റേണ്ടത്, നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഒഴിഞ്ഞു മാറാന്ന് പറയുന്ന പ്രവൃത്തി ചില ആൾക്കാരൊക്കെ ഉണ്ടാവൂലേ. പരാജയപ്പെട്ടാലേ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ഇറങ്ങി തിരിഞ്ഞ് അത് ഫ്ലോപ്പ് ആയി പോയതിന്, അല്ലെങ്കിൽ അതിന് ഗ്രാജുവലി ആയിരിക്കും ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ വേഗം തന്നെ അത് എന്തെങ്കിലും ആരെങ്കിലും തലയിൽ കെട്ടി വെക്കുക. അത് അവള് പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ അവൻ പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ എൻ്റെ ഈ സാഹചര്യം കാരണമാണ് എനിക്ക് ഒന്നും പറ്റാത്തത് എന്നുള്ളത്. ഉത്തരവാദിത്തം, ഇത് എൻ്റെ നിന്ന് പറ്റിപ്പോയ തെറ്റാണ്, ഇത് എൻ്റെ തെറ്റാണ്, അല്ലെങ്കിൽ എനിക്ക് പറ്റിപ്പോയി, ഇത് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഭയങ്കര പാടായിരിക്കും. എപ്പോഴും എന്തിനെങ്കിലും ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ സിറ്റുവേഷൻസിനെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ ചെയ്യാതിരിക്കുക. തെറ്റ് പറ്റിപ്പോയി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ ഇത് എൻ്റെ വഴിയിൽ നിന്ന് തെറ്റ് പറ്റിപ്പോയി, കാരണം പക്ഷെ ഇതിനെ തിരുത്താൻ ഞാൻ തന്നെ തിരുത്തും ഇതിനെ എന്ന് പറയാൻ വേണ്ടി തീരുമാനിക്കുക. എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും ആ റെസ്പോൺസിബിലിറ്റി നമ്മൾ തന്നെ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. എന്ത് തെറ്റ് വന്നാലും, ശരി വന്നാൽ നമ്മൾ തന്നെയല്ലേ എടുക്കുക. അതേപോലത്തെ തെറ്റ് വന്നാലും ഇത് എൻ്റെ തെറ്റാണ്, ഇത് ഞാൻ തന്നെ തിരുത്തിക്കോളാം, തീർന്നല്ലോ. ചില ആൾക്കാർ അത് എപ്പോഴും ഇങ്ങനെ ഓവർ എക്സ്പ്ലനേഷൻ കൊടുത്ത്, അല്ലെങ്കിൽ അതിനെ വല്ലാതെ ആരെങ്കിലും തലയിൽ കെട്ടിവെച്ച് ഇങ്ങനെ അതിനെ മാറാൻ വേണ്ടി ശ്രമിക്കും കേട്ടോ. അങ്ങനെ ചെയ്യാതിരിക്കും. നമ്മൾ ഓരോരുത്തരും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ ശരിക്കും വളരുന്നത്, നമ്മളുടെ കോൺഫിഡൻസ് ഉണ്ടാവുന്നത്. അത് തെറ്റാണെങ്കിലും ഇത് എൻ്റെ തെറ്റ്, ഞാൻ തിരുത്തിക്കോളാം, അവിടെ നീ കോൺഫിഡൻ്റ് ആവും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലത്തെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് നമ്മൾ വളരുന്നത്, നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ശീലം നിങ്ങളിലുണ്ടോ? നമ്മൾ എന്തെങ്കിലും ഫ്ലോപ്പ് ആയിപ്പോയി, തെറ്റ് പറ്റിപ്പോയി, അത് ആരെങ്കിലും തലയിൽ വെച്ച് കെട്ടുക, അല്ലെങ്കിൽ അതിനെ ഓവർ എക്സ്പ്ലനേഷൻ കൊടുത്തതിനെ എങ്ങനെയെങ്കിലും അതിനെ ഭയങ്കര ഒരു മോഡിഫൈ ചെയ്യുക, ഭയങ്കര രീതിയിൽ സോപ്പിടുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ശീലം ഉണ്ടെങ്കിൽ അത് എടുത്ത് കളയട്ടെ. അതൊരു ബാഡ് ഹാബിറ്റ് ആണ് ലൈഫിൽ. നിങ്ങൾ മാനസികമായിട്ട് വളരണം, നിങ്ങൾക്ക് മാനസികമായിട്ട് വളർച്ച ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഹാബിറ്റ്സ് ഇല്ലേ, ഇതൊക്കെ നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ എടുത്തു കളയാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ജീവിതത്തിലെ ഓരോ ശീലങ്ങളാണ് നമ്മളെ ലൈഫിനെ സക്സസ് ആക്കുന്നതും. അതേപോലെ ഇതുപോലത്തെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ 8 ശീലങ്ങൾ, ഇതുപോലത്തെ ബാഡ് ശീലങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളെ ലൈഫിനെ വളരെയധികം ബാധിക്കുകയും നമ്മളെ ഡൗൺ ആക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളിൽ ഇതിലേതെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ശീലം നിങ്ങളിൽ ഉണ്ടെങ്കിൽ അതിനെ മാറ്റോ, ഒരൊറ്റ ശീലത്തിനെ മാറ്റിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും വലിയൊരു ഡിഫറൻസ് നിങ്ങളുടെ ലൈഫിൽ കേട്ടോ. ഇനി നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, ഈ ഒരു 8 ഹാബിറ്റ്സ് പറഞ്ഞല്ലോ നിങ്ങൾ ഒഴിവാക്കേണ്ടത്, ഇതിൽ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഹാബിറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും, നിങ്ങളുടെ ലൈഫിനെ എന്തായാലും ഒന്ന് പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടി സഹായിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്.